ഒരു സംഘടന മറ്റൊരാളുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ബോധ്യപ്പെടും? ഈ കാണുന്ന ദൃശ്യം ബോധ്യപ്പെടുത്തും. കഴിഞ്ഞ ദിവസം കൊല്ലത്തെ സമ്മേളന വേദിയിൽ നിന്നുള്ള ദൃശ്യമാണ്. കൈക്കുഞ്ഞിനെ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് റെഡ് വോളണ്ടിയർ പരേഡിൽ പങ്കെടുക്കാൻ പോയ അമ്മയും ഒപ്പം അച്ഛനും. എത്ര മനോഹരമായ കാഴ്ചയാണ്. ആ കുഞ്ഞിനെപ്പോലെ തന്നെ അവർക്ക് ആ സംഘടന ജീവനാണെന്ന് ആ വാക്കുകളും ആ ദൃശ്യവും തെളിയിക്കുന്നുണ്ട്. തിരുമുല്ലവാരം മേഖലാ കമ്മിറ്റി. ആള് 6 മാസം കഴിഞ്ഞു. എന്നാലും നമ്മൾ പാർട്ടി അതുപോലെ വലിയൊരു പരിപാടി നടക്കുന്ന സംസ്ഥാന സമ്മേളനം പോലെ അതിൽ ഭാഗവാക്കാവാതിരിക്കാൻ പറ്റില്ല അല്ലേ? അതെ, റെഡ് വാൾ നാളെ മറ്റന്നാൾ 9-ാം തീയതി യൂണിഫോം ഇടുന്നുണ്ട് കുഞ്ഞിടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അടിമുടി പാർട്ടി കുടുംബമാണ്. ഹസ്ബൻഡ് ഇവിടെ വോളണ്ടിയറാ. പേരെങ്ങനെയാ? അനു. അപ്പോ സംഘത്തിന് ഇവിടെ ഭാഗമായിട്ടുണ്ട്. അതെ. അപ്പൊ ഇങ്ങനെ ഇത് നേരത്തെ മുതൽ റെഡ് വോളണ്ടിയർ ആണോ? ചെറുപ്പം മുതൽ ബാലസംഘം മുതലാണോ തുടങ്ങിയ? എങ്ങനെയാ? ഞാനല്ല, കല്യാണം കഴിഞ്ഞു. അന്നേരമാണ് പാർട്ടിയിലേക്ക് അങ്ങനെ സജീവമായിട്ട് വരുന്നത്. അതെ. അപ്പൊ അതുകൊണ്ട് ആ കാലം മുതൽ പിന്നെ അങ്ങനെ വരുന്നുണ്ട്. പാർട്ടി തിരുവില്ലാമല ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അടിമുടി പാർട്ടിയാണെന്നും പറയപ്പെടുന്നുണ്ട്. ചാനലിലെ പ്രതികരണമാണ്. ഇരുവരും റെഡ് വോളണ്ടിയർ പരേഡിന് ശേഷം ഒരുമിച്ച് നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അനുവും കുഞ്ഞും ഭർത്താവും ഒരുമിച്ച് സമ്മേളന വേദിയിലേക്ക് വരുന്നു, റെഡ് വോളണ്ടിയർ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ആ സന്ദർഭത്തിൽ കുഞ്ഞിനെ മറ്റൊരാളെ ഏൽപ്പിച്ചതിന് ശേഷം പരേഡ് കഴിഞ്ഞുടനെ അവനെ കാണാൻ ഓടി വന്നതാണ്. ഇനി ഈ സമ്മേളന വേദിയിൽ തന്നെ അവനെയും റെഡ് വോളണ്ടിയർ യൂണിഫോം അണിയിപ്പിക്കുമെന്നും അമ്മ പറയുന്നുണ്ട്. ഇതാണ് പ്രസ്ഥാനം ജീവനായി മാറിയവർ എന്ന് പറയുന്നവർ. അവർ മറ്റൊന്നും ആശിച്ചിട്ടല്ല, ഈ നാടിൻ്റെ നല്ല നാളേക്കായി ഒരു സംഘടന എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, ആ സംഘടന എന്തുകൊണ്ട് അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വികാരമായി അതിനെ ഏറ്റെടുക്കുന്നത്. ആ ദൃശ്യങ്ങളൊക്കെ ഈ സമൂഹത്തിന് വലിയ മാതൃകയാണ്, വലിയ ആകർഷണവുമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അരാഷ്ട്രീയവാദം പ്രചരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന സന്ദർഭങ്ങളിൽ പുതുതലമുറയിലെ രാഷ്ട്രീയ ബോധമുള്ള, സംഘടനാബോധമുള്ള ഇതുപോലുള്ളവർ വലിയ പ്രതീക്ഷയാണ്. അവർ ഒരു അമ്മയായെങ്കിൽ പോലും സംഘടനാ പ്രവർത്തനം അതിനോടൊപ്പം കൊണ്ടുപോകാനുള്ള ആത്മാർത്ഥതയും ആ ആവേശവും അത് ഇന്നത്തെ തലമുറയിലേക്ക് പകർന്നു നൽകേണ്ടത് അനിവാര്യവുമാണ്. അതുകൊണ്ട് തിരുവില്ലാമലയിൽ നിന്നെത്തിയ അനുവും ഭർത്താവും ഈ സമ്മേളന കാലഘട്ടത്തിൽ ദൃശ്യങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതവർ പ്ലാൻ ചെയ്തു വന്നതല്ല. അവരുടെ ആത്മാർത്ഥതയും സംഘടന എന്നത് ജീവനുമായി മാറി അവർ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ ശ്രദ്ധിക്കപ്പെട്ടവരാണ്. ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇതുപോലെ തനിയെ തന്നെ ജനങ്ങളിലേക്ക് എത്തും. അതുപോലെ തന്നെ ഇതുപോലുള്ള മനുഷ്യർ ഭാഗമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ മറ്റെന്ത് ശക്തികൾ വിചാരിച്ചാലും തകർക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. അധികാരത്തിലിരിക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയം, അധികാരത്തിന് പുറത്തു നിന്നാലും മനുഷ്യരുടെ മനസ്സുകളിൽ ഈ ആശയമുണ്ട്. ആ ആശയം അധികാരത്തിൽ നിന്ന് മാറി നിന്നാലും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുമെന്ന് ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഒന്ന് കാണുക, മനസ്സിലാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.